2 മാസം തികയുകയാണ്. ഇപ്പോഴും അർജുൻ എവിടെയാണ്? അർജുനെ കുറിച്ചുള്ള വിവരം ഒന്നും തന്നെ ഇല്ല. ഈശ്വർ മാൽപേ എന്ന വ്യക്തി സ്വന്തം ഇഷ്ടപ്രകാരം വീണ്ടും വീണ്ടും തിരച്ചിൽ നടത്തിയെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തിരച്ചിൽ നടത്തിയപ്പോൾ ലോറിയുടെ ചില ഭാഗങ്ങൾ കിട്ടിയിരുന്നു. അതല്ലാതെ അർജുനെ കുറിച്ചോ അതോ അർജുന്റെ ലോറിയെ കുറിച്ചോ യാതൊരു വിവരവും തന്നെ ഇല്ല. അവിടുത്തെ കർണാടക സർക്കാരാണെങ്കിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കുന്നു പോലുമില്ല. ഇപ്പോൾ മഴയൊക്കെ മാറി നിൽക്കുകയാണ്. വെള്ളത്തിന്റെ ശക്തി, ഒഴുക്കിന്റെ ശക്തി കുറവാണ്. എങ്കിൽ പോലും അവർ ആ നടുക്കുള്ള മൺകൂന മാറ്റി പരിശോധിക്കുവാനോ ഒന്നും തന്നെ ഒരു തീരുമാനം സർക്കാരുകൾ എടുക്കുന്നില്ല. നമ്മുടെ സർക്കാരായാൽ പോലും അതിനൊരു കൂടുതൽ കരുതൽ അവരുടെ കർണാടക സർക്കാരിനോട് പറയുന്നില്ല. എന്തുകൊണ്ട്? ഇത്രയും 2 മാസത്തിലേറെയായി ഈ സംഭവം നടന്നിട്ട് നമുക്ക് തന്നെ അറിയാവുന്നതാണ്. അർജുൻ എന്ന വ്യക്തി ഇപ്പോൾ ജീവനോടെ ഇല്ല എന്ന് നമുക്ക് തന്നെ ചിന്തിക്കാം. കാരണം ഒരു 10 ദിവസമോ 20 ദിവസമോ ഒക്കെ നമ്മൾ ആ വാഹനം നല്ല രീതിയിൽ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഭക്ഷണമോ വെള്ളമോ അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷെ ഇത് 2 മാസത്തിലേറെയായി ആ വണ്ടി അവിടെ ഉണ്ടെങ്കിൽ അർജുൻ ഇനി തിരികെ വരില്ല എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾക്ക് അർജുനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമുള്ളൂ. പക്ഷെ സർക്കാരുകൾ എന്തുകൊണ്ട് ഇതിനെതിരെ ആ മൺകൂനം മാറ്റി അവിടെ അർജുൻ ഉണ്ടോ, അർജുന്റെ ലോറി ഉണ്ടോ എന്നൊന്നും നോക്കുന്നില്ല? ഈശ്വർ മാൽപേ എന്ന വ്യക്തി അവിടെ പോയി ആ മുങ്ങി തപ്പിയത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. കാരണം ചില ഭാഗങ്ങൾ അവിടെ നിന്ന് എടുക്കാം എന്നുള്ളതല്ലാണ്ട് വേറെ ഒരു കാര്യവുമില്ല. അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ അവിടെ എത്തിച്ച്, സ്ലെഡ്ജർ അതേപോലുള്ള കാര്യങ്ങൾ എത്തിച്ച് ആ മണ്ണ് മാറ്റി അവിടെ ആ മണ്ണിന്റെ അകത്ത് പരിശോധിച്ചാൽ മാത്രമാണ് അവിടെ അർജുന്റെ വണ്ടിയും അതേപോലെ തന്നെ അർജുനെയും കാണാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഒരു ആശ്വാസം എന്ന രീതിയിൽ അർജുന്റെ കുടുംബത്തിന്, അതായത് അർജുന്റെ ഭാര്യക്ക് ജോലി കൊടുത്തിട്ടുണ്ട് സർക്കാർ. സഹകരണ ബാങ്കിൽ ജോലി നൽകിയിട്ടുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതുമാത്രമാണ് അവർക്ക് ഒരു ആശ്വസിക്കാനുള്ള ഒരു വക. അതൊരു ആശ്വാസം എന്ന് പറയാനില്ല. അവരുടെ കുടുംബം മുമ്പോട്ട് പോകുവാൻ ആ ജോലി അവർക്ക് അനിവാര്യമാണ്. പക്ഷെ അവർക്ക് ആ കുടുംബത്തിന് നഷ്ടം, തീരാ നഷ്ടം തന്നെയാണ് അർജുന്റെ തിരോധാനം. അതേപോലെ അർജുനെ കാണാതായിട്ട് ഇത്രയും മാസമായി. അർജുനെ കാത്തിരിക്കുകയാണ്. കാരണം അവർക്ക് അർജുന്റെ എന്തെങ്കിലും അർജുനെ കുറിച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് അവർക്കൊരു ആശ്വാസം ഉണ്ടാവുകയുള്ളൂ. അതല്ലാതെ അർജുനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാതെ ഇരിക്കുമ്പോൾ അവർ ഇപ്പോഴും തിരികെ വരും എന്നുള്ള വിശ്വാസത്തോടു കൂടിയായിരിക്കും അവരുടെ അർജുന്റെ കുടുംബം കാത്തിരിക്കുന്നത്. നമ്മൾ അതേപോലെ തന്നെയാണ് കാത്തിരിക്കുന്നത്. എവിടെയെങ്കിലും അന്ന് മണ്ണിടിച്ചിൽ ഉണ്ടായ സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് പുറത്തു ചാടി രക്ഷപ്പെട്ട് എവിടെയെങ്കിലും ആർക്കും ബന്ധപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് അദ്ദേഹം ഇപ്പോഴും ജീവനോടെ ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസവും നമുക്കുണ്ട്. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എങ്കിൽ പോലും ആ വണ്ടി ആ മണ്ണിന്റെ അടിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ, ആ പുഴയിൽ വീണിട്ടുണ്ടെങ്കിൽ അർജുൻ ഇനി തിരിച്ചു വരില്ല എന്ന് നമ്മൾ കരുതേണ്ടി വരും. കാരണം ഇത്രയും ദിവസമായി അതിൻ്റെ അകത്ത് അർജുൻ കിടക്കുകയാണെങ്കിൽ ജീവനോടെ അർജുനെ കിട്ടാൻ യാതൊരു വഴിയുമില്ല. അപ്പൊ അർജുനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അതുമാത്രമാണ് അർജുനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം. ആ കുടുംബത്തിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെയാണ്, ഏതാണെന്നൊന്നും അവർക്കറിയില്ല. എങ്കിൽ പോലും ജോലി കൊടുത്തത് അവർക്കൊരു ആശ്വാസമാണ്. പക്ഷേ അർജുന്റെ ലോറി, അതായത് അതിന്റെ ലോറിയുടെ ഉടമ മനാഫ് എന്ന വ്യക്തിയാണ്. ആ വ്യക്തി ഇപ്പോഴും ആ വണ്ടി കണ്ടുകിട്ടാനുള്ള പരിശ്രമത്തിലാണ്. കുറെ ആളുകൾ വിമർശിച്ചിട്ടുണ്ട്, പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. മനാഫ് എന്ന വ്യക്തിക്ക് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്
ഇങ്ങനെ ഒരു എന്താ പരിശോധന നടത്തുന്നത്? ഇത്രയും രൂപ മുടക്കി ആ വണ്ടി കണ്ടെത്തണോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന്റെ വണ്ടി അത് ഇതൊരു പ്രകൃതി ദുരന്തമാണ്. അതല്ലാതെ വണ്ടി ആരെങ്കിലും കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഈ ഉടമ തന്നെ മുക്കുകയോ ഒന്നും ചെയ്തേക്കുന്ന കാര്യമല്ല. ഇത് പ്രകൃതി ദുരന്തം സംഭവിച്ചതാണ്. അതിൽ ഒരു മനുഷ്യനും അകപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് ഇത് ഈ ഇൻഷുറൻസ് തുക അദ്ദേഹത്തിന് ഈ ദുരന്തമായതുകൊണ്ട് അദ്ദേഹത്തിന് വണ്ടി കിട്ടിയാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ആ ഇൻഷുറൻസ് തുക കിട്ടും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇൻഷുറൻസിന് വേണ്ടിയാണ് വണ്ടി എടുക്കുന്നത് എന്ന് ഒരിക്കലും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുപോലെ തന്നെ മനാഫിനെ കുറിച്ച് ഒരുപാട് ഒരു ചാനലുകൾ പറയുന്നുണ്ട്, കള്ളക്കടത്ത് തടിയാണ് കൊണ്ടുവന്നത് വണ്ടിയിൽ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അദ്ദേഹം ആ മനാഫ് എന്ന വ്യക്തി അവിടെ വെച്ചിട്ട് ഇൻഷുറൻസ് തുകക്ക് വേണ്ടി മാത്രമല്ല, അതിലുള്ള അത്രയും ആത്മബന്ധമാണ് ഈ മനാഫ് എന്ന വ്യക്തിയും ഡ്രൈവറായ അർജുൻ എന്ന വ്യക്തിയും തമ്മിൽ ഉള്ളത്. സർക്കാരുകൾക്ക് പല ആളുകളും പറയുന്നുണ്ട്, കർണാടക സർക്കാർ പറയുന്നുണ്ട് അർജുൻ എന്നൊരു ഡ്രൈവറല്ലേ, ആ ഡ്രൈവറെ കണ്ടെടുത്തിട്ട് എന്ത് കിട്ടാനാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അർജുൻ എന്നത് ഒരു മനുഷ്യനാണ്. ചെയ്യാൻ പറ്റുന്നത് അർജുന്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു ലോകത്തേക്ക് അർജുൻ പോയി എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. ആ അർജുനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക. അതുമാത്രമാണ് നമുക്കും നിങ്ങൾക്കും ചെയ്യാൻ കഴിയുന്നത്. സർക്കാരുകൾ എത്രയും പെട്ടെന്ന് ആ ലോറിയും അതിലുള്ള അർജുനെയും കിട്ടുവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും അർജുനു വേണ്ടി പ്രാർത്ഥിക്കുക, അർജുന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്ദി.